ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീട്ടുകാർ തന്നുവിടും അല്ലേ. ഇവിടെ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാം. പക്ഷേ അത് നേരെ തിരിച്ച് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലോ നമുക്ക് അങ്ങനെ എടുക്കാനുള്ള ഒരു അവകാശവും ഇല്ല, നമ്മളങ്ങനെ ചോദിക്കാറും ഇല്ല. അത് നമ്മുടെ വീട്ടിൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. അപ്പം ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് തന്നു വിട്ടേക്കെന്ന് നോക്കാം. അതുമാത്രമല്ല ഇന്ന് ഫാദേഴ്സ് ഡേയും കൂടി. അപ്പോൾ ഇന്ന് പപ്പയുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പപ്പയെക്കുറിച്ച് പറയണം, ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അത്രമാത്രം ഞങ്ങളെ 3 പെൺകുട്ടികളെയും വളർത്തി കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ട ഒരച്ഛനാണ്. അതുപോലെ പപ്പയുടെ കൂടെ മാത്രം നിന്ന് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ലോ, അമ്മയും അതേ തുല്യം തന്നെയാണ്. അപ്പോൾ അമ്മയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് തന്നതെന്ന് നോക്കാം. ചക്കപ്പഴം കേട്ടോ, ഞങ്ങൾക്കിവിടെ അങ്ങനെ അധികം കിട്ടാറില്ല. അപ്പോൾ ചക്കപ്പഴം നിറയെ തന്നിട്ടുണ്ട്. അതുപോലെ കടലമാവിൽ മുറുക്കുണ്ടാക്കി പപ്പ രാത്രി ഫുള്ളും അതായിരുന്നു പപ്പയുടെ പരിപാടി, അതുണ്ടാക്കി തന്നു. പിന്നെ ചക്ക വറുത്ത് തന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു ചക്ക വറുത്ത് തന്നത്. പിന്നെ എനിക്ക് മാത്രമല്ല തന്നു വിട്ടത്, എൻ്റെ ചേച്ചിക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേണം അതുവഴി ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചേച്ചിക്കുള്ളതും പാക്ക് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചാക്കിൽ കെട്ടി പപ്പയാണ് ഇതെല്ലാം സെറ്റാക്കി തരുന്നത്. പപ്പയെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് തരുമ്പോഴേക്കും. അതുപോലെ പ്രത്യേക സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വണ്ടി സെറ്റ് ചെയ്ത് ചേട്ടൻ കൊണ്ട് വെച്ചു. അതുപോലെ നല്ല മഴയും കാറ്റുമാണ് ഇവിടെ, ഭയങ്കര മഴയും കാറ്റുമാണ്. അതുപോലെ വാഗമൺ റോഡൊക്കെ നിരോധിച്ചേക്കാണ് രാത്രിയുള്ള യാത്രകളൊക്കെ. അങ്ങനെ ഞാനും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കോട്ടൊക്കെ ഇട്ടു, കാരണം കോട്ടിട്ടപ്പോഴേക്കും ഒരു അസ്വസ്ഥത തോന്നി കേട്ടോ. പക്ഷേ കോട്ടിടാതിരിക്കാൻ പറ്റില്ല, അതുപോലെ മഴയും കാറ്റുമാണ്. വാഗമണൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരോടും യാത്ര ചോദിച്ചു, അമ്മനിക്ക് ഉമ്മയൊക്കെ തന്നു. അപ്പം ഞങ്ങൾ ഇതേണ്ട യാത്ര തുടങ്ങി. ഇതിൽ കയറിയപ്പോൾ തൊട്ട് നല്ല മഴയാണ് കേട്ടോ, അതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. വണ്ടിയെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്, അതുപോലത്തെ കാറ്റായിരുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും റോഡൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് ഓൺ അടിച്ചാൽ മാത്രമേ നമുക്കറിയുള്ളൂ ഒരു വണ്ടി വരുന്നുണ്ട്, അതുപോലത്തെ മഞ്ഞായിരുന്നു. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. യാത്ര അടിപൊളിയായിരുന്നു. ചെന്ന് കഴിഞ്ഞാൽ ഇനി 2 ദിവസം പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഒന്നേ പനി പിടിച്ച് കിടപ്പിലായിരിക്കും, ആ അവസ്ഥയിൽ എത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്തുമാത്രം ആൾക്കാരാണോ ഈ മഴയത്തും തണുപ്പത്തും ഈ കാറ്റത്തും ഒക്കെ വന്ന് ഫോട്ടോ എടുക്കാനും തോട്ടത്തിലൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 7 മണി തൊട്ട് പിന്നെ രാത്രിയിലോട്ടുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് വാഗമൺ ഭാഗത്തോട്ട്. എന്നാലും ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കും. അവരൊക്കെ ഒരുപാട് പേര് ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ തണുത്ത് മരച്ച ഒരവസ്ഥയായിരുന്നു. എന്ത് തന്നെ ആയാലും ഈ ഭംഗിയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് വീഡിയോ പിടിക്കാതിരിക്കാൻ പറ്റിയല്ലേ. ആ സമയത്ത് ഞാൻ ഈ ഓരോ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. കാണാൻ അത്രയും ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നോക്കി എന്ത് മഞ്ഞാണെന്ന് കാണുകയില്ല കേട്ടോ. ഇങ്ങോട്ടൊരു വണ്ടി വരുന്നത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. തണുത്ത് മരച്ചിരിക്കുന്നൊരവസ്ഥയാണ്, പല്ലുകൾ തമ്മിൽ കൂട്ടി ഇടിക്കുമായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.